ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, സഭാപ്രസംഗകൻ അധ്യായം 1 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. സഭാപ്രസംഗകൻ അധ്യായം 1 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18. ചോദ്യം 2. സഭാപ്രസംഗകൻ അധ്യായം 1 ഏകതലക്കെട്ട്. ഉത്തരം മിഥ്യകളിൽ മിഥ്യ. ചോദ്യം 3. ആരുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് സഭാപ്രസംഗകൻ പുസ്തകം ആരംഭിക്കുന്നത്? ഉത്തരം ജെറുസലേമിൽ രാജാവും ദാവീദിൻ്റെ പുത്രനുമായ സഭാപ്രസംഗകൻ്റെ. ചോദ്യം 4. സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു? ഉത്തരം ജെറുസലേമിൽ. ചോദ്യം 5. സഭാപ്രസംഗകൻ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം ദാവീദിൻ്റെ. ചോദ്യം 6. മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ. വാക്യഭാഗം എഴുതുക. ഉത്തരം സഭാപ്രസംഗകൻ 1:2. ചോദ്യം 7. സകലവും എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മിഥ്യ. ചോദ്യം 8. എവിടെ മനുഷ്യന് അധ്വാനം കൊണ്ട് എന്തു ഫലമെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം സൂര്യന് താഴെ. ചോദ്യം 9. സൂര്യന് താഴെ മനുഷ്യന് ഡാഷ് എന്ത് ഫലം? സഭാപ്രസംഗകൻ 1:3 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അധ്വാനം കൊണ്ട്. ചോദ്യം 10. സഭാപ്രസംഗകൻ 1:4 പ്രകാരം എന്താണ് വരികയും പോവുകയും ചെയ്യുന്നത്? ഉത്തരം തലമുറകൾ. ചോദ്യം 11. തലമുറകൾ എന്തു ചെയ്യുന്നു? ഉത്തരം വരുന്നു, പോകുന്നു. ചോദ്യം 12. സഭാപ്രസംഗകൻ 1:4 പ്രകാരം എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഉത്തരം ഭൂമി. ചോദ്യം 13. എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? ഉത്തരം സൂര്യൻ. ചോദ്യം 14. എന്താണ് ഉദിച്ചെടുത്ത് തന്നെ വേഗം തിരിച്ചെത്തുന്നത്? ഉത്തരം സൂര്യൻ. ചോദ്യം 15. എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്? ഉത്തരം കാറ്റ്. ചോദ്യം 16. കാറ്റ് ഏതെല്ലാം ദിശകളിൽ വീശുന്നുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം തെക്കോട്ട് വീശുന്നു, തിരിഞ്ഞ് വടക്കോട്ട് വീശുന്നു, വീണ്ടും തെക്കോട്ട് വീശുന്നു. ചോദ്യം 17. കാറ്റ് ആദ്യം എങ്ങോട്ട് വീശുന്നുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം തെക്കോട്ട്. ചോദ്യം 18. തെക്കോട്ട് വീശിയ ശേഷം കാറ്റ് എങ്ങോട്ട് തിരിഞ്ഞ് വീശുന്നു? ഉത്തരം വടക്കോട്ട്. ചോദ്യം 19. കാറ്റ് വടക്കോട്ട് വീശിയ ശേഷം വീണ്ടും എങ്ങോട്ട് വീശുന്നു? ഉത്തരം തെക്കോട്ട്. ചോദ്യം 20. സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് എന്ത്? ഉത്തരം നദികൾ. ചോദ്യം 21. നദികൾ എവിടേക്ക് ഒഴുകുന്നു? ഉത്തരം സമുദ്രത്തിലേക്ക്. ചോദ്യം 22. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകിയാലും സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ഉത്തരം നിറയുന്നില്ല. ചോദ്യം 23. ഉറവിടത്തിലേക്ക് വീണ്ടും ഒഴുക്ക് തുടരുന്നത് എന്ത്? ഉത്തരം നദികൾ. ചോദ്യം 24. നദികൾ വീണ്ടും എവിടേക്കാണ് വീണ്ടും ഒഴുക്ക് തുടരുന്നത്? ഉത്തരം ഉറവിടത്തിലേക്ക്. ചോദ്യം 25. ആർക്കാണ് സകലവും ക്ലേശഭൂയിഷ്ടം എന്ന് പറയുന്നത്? ഉത്തരം മനുഷ്യന്. ചോദ്യം 26. അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം. ഏത്? ഉത്തരം സകലവും ക്ലേശഭൂയിഷ്ടമായത്. ചോദ്യം 27. സകലവും ക്ലേശഭൂയിഷ്ടമായത് വിവരിക്കുക ആർക്ക് അസാധ്യം? ഉത്തരം മനുഷ്യന്. ചോദ്യം 28. കണ്ടിട്ടോ കേട്ടിട്ടോ മതി വരാത്തത് ആർക്ക്? ഉത്തരം കണ്ണിനും ചെവിക്കും. ചോദ്യം 29. ഉണ്ടായത് തന്നെ വീണ്ടും ഡാഷ്. സഭാപ്രസംഗകൻ 1:9 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉണ്ടാകുന്നു. ചോദ്യം 30. എന്ത് വീണ്ടും ഉണ്ടാകുന്നുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഉണ്ടായത് തന്നെ. ചോദ്യം 31. എന്ത് വീണ്ടും ചെയ്യുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ചെയ്തത് തന്നെ. ചോദ്യം 32. എവിടെ പുതുതായൊന്നുമില്ല? ഉത്തരം സൂര്യന് കീഴെ. ചോദ്യം 33. സൂര്യന് കീഴെ എന്താണ് ഇല്ലാത്തത്? ഉത്തരം പുതുതായി. ചോദ്യം 34. ഡാഷ് എന്ന് പറയാൻ എന്തുണ്ട്?
സഭാപ്രസംഗകൻ 1:10 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം പുതിയത്. ചോദ്യം 35. കഴിഞ്ഞതൊന്നും ആരും എന്തു ചെയ്യുന്നില്ല? ഉത്തരം ഓർക്കുന്നില്ല. ചോദ്യം 36. വരാനിരിക്കുന്നവയെ ഓർമ്മിക്കുകയില്ലാത്തത് ആര്? ഉത്തരം അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ. ചോദ്യം 37. സഭാപ്രസംഗകൻ 1:12 പ്രകാരം സഭാപ്രസംഗകൻ എവിടെ ആരുടെ രാജാവായിരുന്നു? ഉത്തരം ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ. ചോദ്യം 38. സഭാപ്രസംഗകൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു? ഉത്തരം ഇസ്രായേലിൻ്റെ. ചോദ്യം 39. ആകാശത്തിന് കീഴ് സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ ഞാൻ പരിശ്രമിച്ചു. ആര്? ഉത്തരം സഭാപ്രസംഗകൻ. ചോദ്യം 40. എവിടെ സംഭവിക്കുന്നതെല്ലാം ജ്ഞാനത്തോടെ ആരാഞ്ഞറിയാൻ സഭാപ്രസംഗകൻ പരിശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആകാശത്തിന് കീഴ്. ചോദ്യം 41. ആകാശത്തിന് കീഴ് സംഭവിക്കുന്നതെല്ലാം ആരാഞ്ഞറിയാൻ സഭാപ്രസംഗകൻ പരിശ്രമിച്ചത് എങ്ങനെ? ഉത്തരം ജ്ഞാനത്തോടെ. ചോദ്യം 42. വ്യഗ്രതയോടെ ചെയ്യാൻ ആര് മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എത്ര ക്ലേശകരമാണ്? ഉത്തരം ദൈവം. ചോദ്യം 43. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി ഡാഷ്. സഭാപ്രസംഗകൻ 1:13 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം എത്ര ക്ലേശകരമാണ്. ചോദ്യം 44. എവിടെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും സഭാപ്രസംഗകൻ വീക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സൂര്യന് കീഴെ. ചോദ്യം 45. എവിടെയുള്ള എല്ലാം വിദ്യയും പാഴ്വേലയും അത്രേ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂര്യന് കീഴെ. ചോദ്യം 46. വളഞ്ഞത് എന്തു ചെയ്യാൻ ആർക്കും കഴിയുകയില്ല? ഉത്തരം നേരെയാക്കാൻ. ചോദ്യം 47. എന്ത് എണ്ണുക അസാധ്യമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഇല്ലാത്തത്. ചോദ്യം 48. ഇല്ലാത്തത് എന്തു ചെയ്യുക അസാധ്യം? ഉത്തരം എണ്ണുക. ചോദ്യം 49. ആരേക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജെറുസലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ. ചോദ്യം 50. ജെറുസലേമിൽ തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം എന്ത് താൻ സമ്പാദിച്ചുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജ്ഞാനം. ചോദ്യം 51. എന്തിൻ്റെ എല്ലാം യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞുവെന്ന് ഞാൻ വിചാരിച്ചുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. ചോദ്യം 52. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എന്ത് അനുഭവിച്ചറിഞ്ഞുവെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം യഥാർത്ഥ രൂപം. ചോദ്യം 53. എന്തെല്ലാം വിവേചിച്ചറിയാനാണ് ഞാൻ ഉദ്യമിച്ചത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും. ചോദ്യം 54. ജ്ഞാനത്തെയും അറിവിനെയും ഉന്മത്തതയെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഉദ്യമിച്ചത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം പാഴ്വേല. ചോദ്യം 55. ജ്ഞാനമേറുമ്പോൾ ഏറുന്നത് എന്ത്? ഉത്തരം ദുഃഖം. ചോദ്യം 56. ദുഃഖമേറുന്നത് എപ്പോൾ? ഉത്തരം ജ്ഞാനമേറുമ്പോൾ. ചോദ്യം 57. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? ഉത്തരം വ്യസനം. ചോദ്യം 58. വ്യസനം വർദ്ധിക്കുന്നത് എപ്പോൾ? ഉത്തരം അറിവ് വർദ്ധിക്കുമ്പോൾ. ചോദ്യം 59. സഭാപ്രസംഗകൻ 1:2 സമാനമായ പുതിയ നിയമഭാഗം. ഉത്തരം റോമ 8:20. ചോദ്യം 60. സഭാപ്രസംഗകൻ 1:2 മിഥ്യ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരമായി സമാനവാക്യഭാഗമായ റോമ 8:20 ഉപയോഗിച്ചിരിക്കുന്ന പദം. ഉത്തരം വ്യർത്ഥത. ചോദ്യം 61. സഭാപ്രസംഗകൻ 1:16 സമാനമായ പഴയ നിയമഭാഗം. ഉത്തരം 1 രാജാക്കന്മാർ 4:29-31.